14ാമത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. പ്രവീൺ മോഹനെ പ്രസിഡന്റായും പി ബി സുരേഷിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. പ്രവീൺ മോഹൻ പ്രസിഡന്റ്, പി ബി സുരേഷ് ജനറൽ സെക്രട്ടറി, ബിനു ശിവദാസ് ട്രഷറർ, എം മൻസൂർ, ജ്യോതികുമാർ വി എസ് എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, പി എസ് സി ബി, നിസാർ കോയപ്പറമ്പിൽ എന്നിവർ സെക്രട്ടറി എന്നിങ്ങനെയാണ് സിഒയുടെ പുതിയ ഭാരവാഹികൾ. ഇവരുൾപ്പെടെ 16 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കോഴിക്കോട് കടപ്പുറത്തും തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിലുമായി 3 ദിവസത്തോളമായി നടന്ന 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് വൈകുന്നേരമാണ് പരിസമാപ്തിയായത്. ചെറുകിട കേബിൾ ടി വി രംഗത്തിനു പുറമെ ടൂറിസം, IT, കാർഷിക മേഖലകളിൽ ജനകീയമായ രീതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകി. കേബിൾ ടി വി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് വേ നിയമം നടപ്പാക്കണമെന്ന് പ്രമേയം പാസാക്കി. കർഷക സമരത്തിന് സിഒഎ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണം, വന്യമൃഗശല്യം തടയണം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. കോർപ്പറേറ്റുകൾക്ക് ജനകീയ ബദലൊരുക്കാൻ കേരള വിഷൻ എന്ന ബ്രാൻഡിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും ടൂറിസം, IT, കാർഷിക മേഖലകളിലേക്ക് സിഒഎ കടന്നുവരുമെന്നും പുതിയ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യം. അത് വിവിധ മേഖലകളിൽ ചെറുകിട മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി കോർപ്പറേറ്റ് കമ്പനികൾ കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ അതിന് ശക്തമായ ബദലൊരുക്കി നിൽക്കുന്ന ഒരു പാരമ്പര്യം സിഒഎ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ പ്രവർത്തന മേഖല ഞങ്ങളുടെ പരമ്പരാഗത ഒരു ബിസിനസ് രംഗത്ത് നിന്നും എന്ന് പറഞ്ഞാൽ കേബിൾ ടി വി, ബ്രോഡ്ബാൻഡ് രംഗത്തു നിന്നും കുറച്ചുകൂടി മാറി കേരളത്തിന്റെ പുതിയ സംരംഭങ്ങളായ ടൂറിസം രംഗത്തേക്കും അതേപോലെ തന്നെ കൺസ്യൂമർ മാർക്കറ്റിംഗ് രംഗത്തേക്ക് അടക്കം കേരള വിഷൻ കടന്നുവരും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ ചൂഷണം ചെയ്യാൻ വരുന്ന കോർപ്പറേറ്റുകൾക്ക് ബദലായി കേരള വിഷൻ മുമ്പിലുണ്ടാവും. അതിന് വിവിധ സംരംഭങ്ങളുമായി തീർച്ചയായും മുന്നോട്ട് പോകും. ഇലക്ട്രിക് പോസ്റ്റുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്. അത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് വ്യക്തമാക്കി. കോർപ്പറേറ്റുകളുടെ ശക്തമായിട്ടുള്ള കടന്നാക്രമണമാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ പുതിയ നിയമങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെ തന്നെ നിലവിലുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് അവരുടെ ഭാവി പ്രവർത്തനത്തിന് വലിയ തോതിൽ അത് തടസ്സമായി വരും. അപ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുകൾ, അതുപോലെ സാധ്യമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ഉൾപ്പെടെ നടത്തി കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ബ്രോഡ്ബാൻഡ് എന്നുള്ളത് ഒരു മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ കുറഞ്ഞ നിരക്കിൽ ഈ ബ്രോഡ്ബാൻഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതപ്പെടുത്തണം. അതിന് ഈ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഈ പുതിയ കമ്മിറ്റിക്ക് കഴിയും എന്നാണ് നമുക്ക് പറയാനുള്ളത്. കോർപ്പറേറ്റുകൾക്ക് സംരംഭങ്ങൾ വഴി തന്നെ ജനകീയ ബദലൊരുക്കുമെന്നും ചെറുകിട കേബിൾ ടി വി മേഖലയെ സംരക്ഷിക്കുമെന്നും സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പറഞ്ഞു. കേരള വിഷൻ എന്ന് പറഞ്ഞ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഒന്നാണ്. കേരളത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകയായി പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ 5000-ഓളം വരുന്ന നമ്മുടെ ഈ സംരംഭകരെ വ്യത്യസ്തമായ മറ്റ് വ്യവസായത്തിലേക്ക് കൂടി കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ബദൽ തന്നെയാണ് കേരള വിഷൻ. അത് ഇനി ബിസിനസ്സിൽ തന്നെ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിലെ മുഴുവൻ ചെറുകിട കച്ചവട മേഖലകളെയും കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു വ്യവസായ രീതി കൂടിയായിരിക്കും നമ്മൾ അവലംബിക്കാൻ പോകുന്നത്. നമ്മുടെ ബിസിനസ് രംഗത്തുള്ള പ്രതിയോഗികൾ ചെറുകിടക്കാരല്ല, ചില്ലറക്കാരല്ല. അവരെ ചേർത്ത് തോൽപ്പിക്കുവാനും നമുക്ക് ഈ രംഗത്തേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ബിസിനസ് രംഗത്ത് വളരുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ ഈ കൂട്ടായ്മയുടെ കരുത്ത് ഒരുപാട് പുഷ്ടിപ്പെടേണ്ടതുണ്ട്. അവിടെ നേരത്തെ എനിക്ക് മുന്നിൽ സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വെച്ച 74ഓളം പേജ് വരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടാണ്.
അതിന് നിങ്ങളെല്ലാവരുടെയും ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്. ഇനി ഈ അടുത്ത 2 വർഷം നിങ്ങളുടെ ശക്തമായ പിന്തുണ മറ്റ് നിങ്ങൾക്ക് ലീഡേഴ്സാണ്. ഈ വരുന്ന 1500ഓളം വരുന്ന കോർപ്പറേറ്റർമാരുടെ ഇടയിലേക്ക് ഈ വരുന്ന ആശയങ്ങൾ, നമ്മൾ ഇവിടെ ഉന്നയിച്ച ആശയങ്ങളൊക്കെ തന്നെ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വാഗത സംഘം ചെയർമാനും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുമായ CP മുസാഫർ അഹമ്മദ്, അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, PSCB, നിസാർ കോയപ്പറമ്പിൽ, K വിജയകൃഷ്ണൻ, K ഗോവിന്ദൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് NCV. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.